الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئكم مثل خبير. സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സൂറത്തുൽ ഫാത്തിഹയിലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന വചനത്തിൻ്റെ ചില വിശദീകരണങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നാം ഖുതുബയിലൂടെ മനസ്സിലാക്കിയത്. ഈ വാക്യം ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ ഗൗരവവും ഗാംഭീര്യവും അറിഞ്ഞുകൊണ്ടായിരിക്കണം നാം അത് ഉച്ചരിക്കേണ്ടത്. സാധാരണ ഓതിപ്പോകുന്ന ഒരു വചനമല്ല അത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശമായി ഈ ലോകത്തേക്ക് വന്ന മുഴുവൻ അമ്പിയാക്കളും ജനസമൂഹത്തെ പഠിപ്പിച്ച ആശയമാണ്. അത് ആറ്റിക്കുറുക്കിയതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നത്. സൂറത്ത് നഹ്ലിൽ അല്ലാഹു പറയുന്നു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമൂഹങ്ങളിലും എല്ലാ സമുദായങ്ങളിലും നാം നിയോഗിച്ചിട്ടുണ്ട് റസൂലൻ, ദൈവദൂതന്മാരെ. അനിഅ്ബുദുല്ലാഹ്, അല്ലാഹുവിനെ തന്നെ ഇബാദത്ത് ചെയ്യണമെന്നും, വജ്തനിബുത് താഗൂത്ത്, അല്ലാഹു അല്ലാത്ത മുഴുവൻ ആരാധ്യന്മാരെയും കൈയൊഴിക്കണം എന്ന് ജനങ്ങളോട് പറയുന്ന വിധത്തിൽ എല്ലാ സമുദായങ്ങളിലേക്കും അള്ളാഹു ദൈവദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. സൂറത്ത് അംബിയായിൽ പറയുന്നത്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. അതേ ആശയം തന്നെയാണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക, നബിയെ താങ്കൾക്ക് മുമ്പ് നാം നിയോഗിച്ചിട്ടില്ല, മിൻ റസൂലിൻ, ഒരു റസൂലിനെയും, ഇല്ലാ നൂഹി ഇലൈഹി, ആ റസൂലിന് നാം വഹി നൽകാതെ, അന്നഹു ലാ ഇലാഹ ഇല്ല അന, ഞാനല്ലാതെ ഇലാഹില്ല,
അതുകൊണ്ട് ഫഅ്ബുദൂ, എന്നെ തന്നെ ആരാധിക്കണം എന്ന് നിർദ്ദേശിക്കപ്പെടാതെ ഒരു ദൂതനെയും നാം നിയോഗിച്ചിട്ടില്ല. ആ തബ്ലീഗ് കേൾക്കാതെ, ആ സന്ദേശം അറിയാതെ ഒരു സമുദായവും കഴിഞ്ഞുപോയിട്ടുമില്ല. അപ്പം ലോകാരംഭം, മനുഷ്യാരംഭം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യരിൽ സ്വർഗപ്രവേശനത്തിന് അടിസ്ഥാനമായ ഒരു ആദർശമാണ് നാം റബ്ബിൻ്റെ മുമ്പിൽ കൈകെട്ടി നിന്നുകൊണ്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ഉച്ചരിക്കുന്നത് എന്ന ഗൗരവത്തിൽ ആയിരിക്കണം നാം അത് ഉച്ചരിക്കേണ്ടത്. ഈ ആദർശം സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് നമ്മൾ മുസ്ലിങ്ങളായത്, മുഅ്മിനുകളായത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന രണ്ട് സത്യസാക്ഷ്യം അറിഞ്ഞ് ബോധ്യപ്പെട്ട് അംഗീകരിച്ച് ഉറക്കെ പ്രഖ്യാപിക്കുമ്പോഴാണല്ലോ ഒരാൾ മുസ്ലിമായി തീരുക. ഈ സാക്ഷ്യം തന്നെയാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനോട് കൂടുതൽ ആവർത്തിച്ച് നാം പ്രതിജ്ഞ എടുക്കുന്നത്. ആരാണിത് ആദ്യം സാക്ഷ്യം വഹിച്ചത്? നമുക്ക് മുമ്പ് ആരാണ് ഈ ഗൗരവപ്പെട്ട സാക്ഷ്യം നമുക്ക് മുമ്പ് വഹിച്ചത്? അല്ലാഹ് പറയുന്നു, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ. ആദ്യം സാക്ഷ്യം വഹിച്ചത് അല്ലാഹുവാണ്. അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് അല്ലാഹുവാണ് സാക്ഷ്യം വഹിച്ചത്. വൽ മലായികത്തു, പിന്നെ സാക്ഷ്യം വഹിച്ചത് മലക്കുകളാണ്. വ ഉലുൽ ഇൽമി, വിജ്ഞാനം നൽകപ്പെട്ടവർ. അതിൽ പ്രമുഖന്മാർ അമ്പിയാക്കളാണെന്ന് നമുക്കറിയാം. അള്ളാഹുവിൽ നിന്ന് വിജ്ഞാനം നൽകപ്പെടുന്നതിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് അമ്പിയാക്കളാണ്. വെറും ഇൽമുള്ളവരല്ല. ഖായിമൻ ബിൽ ഖിസ്ത്, അറിവ് ലഭിച്ചാൽ നീതിയോടെ നിലകൊള്ളുന്ന അറിവുള്ളവർ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് ആദ്യം സാക്ഷ്യം വഹിക്കുന്നത് അള്ളാഹു തന്നെയാണ്. ആ സാക്ഷ്യമാണ് നമ്മൾ ആവർത്തിക്കുന്നത് എന്ന ഗൗരവം നമുക്കുണ്ടാവണം. വൽ മലായിക, മലക്കുകളാണ് പിന്നീട് ആ സത്യത്തിന് സാക്ഷ്യം വഹിച്ചത്. വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്, അറിവുള്ളവരൊക്കെ എന്ന് പറഞ്ഞില്ല, അറിവുള്ളവരൊക്കെ സാക്ഷ്യം വഹിച്ചു എന്ന് പറഞ്ഞില്ല. അത് ഗൗരവമുള്ള വിഷയമാണ്. വലിയ ആലിമീങ്ങൾ എന്ന് പറയുന്നവർ പോലും ശിർക്കിന്റെ പ്രചാരകരായി നടക്കുന്നത് നമ്മൾ കാണുക. ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം വളരെ അത്ഭുതകരമാണ്. അറിവുള്ളവരൊക്കെയും ഇത് സാക്ഷ്യം വഹിച്ചു എന്നല്ല പറഞ്ഞത്. ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്, അറിവ് നേടിയിട്ട് ആ അറിവിനനുസരിച്ച് നീതി പുലർത്തിക്കൊണ്ട് നിലനിന്ന ആളുകളും ഈ സത്യത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അവൻ അജയ്യനാണ്, അവൻ യുക്തിജ്ഞനുമാകുന്നു. ഇത് നാം ആവർത്തിച്ച് പ്രതിജ്ഞ എടുക്കുകയാണ്. ഈ ആശയത്തിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച പോലെ മുറിച്ചു മാറ്റിയാൽ ഒന്നിനും പറ്റാത്തൊരു വർത്തമാനമായത് മാറും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അതിൽ ഉൾക്കൊള്ളേണ്ട എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണല്ലോ പഠിപ്പിച്ചത്, റസൂലുള്ള വിശദീകരിച്ചത്, പ്രവർത്തിച്ച് കാണിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു റസൂലും പഠിപ്പിച്ച ആ ആശയം വിട്ടുപോകാതെ അത് ഉച്ചരിക്കാനും വിശ്വസിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് സാധ്യമാകണം. മുറിച്ചു മാറ്റിയാൽ ഒന്നിനും കൊള്ളില്ല എന്നല്ല, വിപരീതത്തിലേക്ക് പോകും. അത് അപകടമല്ലേ?
ഒരു വസ്തു വാങ്ങി ഉപയോഗപ്പെട്ടില്ല എങ്കിൽ ആ നഷ്ടം സഹിച്ചാൽ മതിയല്ലോ. അമ്മ ഒരു ഉദ്ദേശത്തിലൊരു ആവശ്യം വെച്ച് ഒരു വസ്തു വാങ്ങി, ആ ആവശ്യം നടന്നില്ല, ആവശ്യത്തിന് പറ്റിയില്ല എന്ന് വിചാരിക്കുക, ആ നഷ്ടമേ ഉണ്ടാവുള്ളൂ. ഇത് വിപരീത രോഗം മാറാൻ മരുന്ന് കഴിച്ചിട്ട് രോഗിയായി എന്ന് പറഞ്ഞാൽ രോഗം മാറാനാണല്ലോ മരുന്ന് കഴിക്കുന്നത്. ആ മരുന്ന് കഴിച്ചത് കൊണ്ട് രോഗിയായാൽ ആ ഫലമാണ് ഉണ്ടാവുക. മുറിച്ചു മാറ്റി. ഇന്ന് നിങ്ങൾ എല്ലാവരോടും അന്വേഷിച്ചു നോക്ക്, ഇലാഹായിട്ട് അള്ളാഹ് തന്നെയുള്ളൂ. എല്ലാവരും സമ്മതിക്കുന്നു, പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മത്തിലെ എല്ലാ ആൾക്കാരും ഇലാഹായിട്ട് അള്ളാഹ് തന്നെ ഉള്ളൂ, വേറെ ഇലാഹുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രം, അവിടെയും നമ്മളായിട്ട് യോജിച്ചു. പിന്നെന്താ പ്രശ്നം? ഇലാഹ് അള്ളാഹ് മാത്രം, ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രം. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് സഹായത്തേട്ടമാണ്, അള്ളാഹ് കൊടുത്ത കഴിയുന്നതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അത് ഇബാദത്തിൽ പെടുകയില്ല, മുറിച്ചു, അതിൽ നിന്ന് മുറിച്ചു മാറ്റി. നമുക്കറിയാം, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായത്തേട്ടം നടത്തൂ എന്നത് ചേർത്തുകൊണ്ടാണ് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. ഇവിടെ എന്താ പറയുന്നത്? ഇബാദത്ത് ഞങ്ങൾ അള്ളാഹുവിന് മാത്രമേ ചെയ്യൂ. പിന്നെ അള്ളാഹ് പല മഹാന്മാർക്കും പലവിധ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ആ കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ടത് ഇബാദത്തുമല്ല, അതുകൊണ്ടത് ശിർക്കുമാവില്ല. അത് നേരിട്ട് പ്രാർത്ഥിക്കാം, നേരിട്ട് പ്രാർത്ഥിക്കാം. പണ്ട് പറഞ്ഞിരുന്നത് ഞങ്ങൾ മധ്യവർത്തികളാക്കുന്നു എന്നായിരുന്നു. മധ്യവർത്തികൾ, നമ്മൾ പാപികളാണ്. പാപികളായ ആളുകൾ അള്ളാഹുവിനോട് നേരിട്ട് തേടിയാൽ അള്ളാഹ് സ്വീകരിക്കില്ല. അതുകൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ആളുകളെ നമ്മുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ നിർത്തി റബ്ബിനോട് ചോദിക്കുകയാണ് ഞങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയും, ഇപ്പോൾ ആ ആളുകളോട് നേരിട്ട് പ്രാർത്ഥിക്കാനും തുടങ്ങി. അത് പരസ്യമായി പ്രഖ്യാപിക്കാനും മടിയില്ലാത്ത പണ്ഡിതന്മാർ. പല വാഴകളൊക്കെ കേൾക്കുമ്പോഴേ, ഞാൻ അങ്ങനെ നേരിട്ട് ശൈഖിനോട് പ്രാർത്ഥിക്കുന്ന ആളാണ്, ഞാൻ നേരിട്ട് CM-നോട് പ്രാർത്ഥിക്കുന്ന ആളാണ് എന്ന് പരസ്യമായി ആയിരങ്ങൾക്ക് മുമ്പിൽ പ്രഖ്യാപിക്കാൻ മടിയില്ലാത്ത പണ്ഡിതന്മാർ. അള്ളാഹ് എന്തെങ്കിലും അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. സൂറത്ത് ഫാത്തിറിലെ 13-14 എനിക്ക് നിങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ വീടുകളിൽ ഖുർആൻ പരിഭാഷയോ തഫ്സീറോ ഉണ്ടെങ്കിൽ തിരിച്ചു ചെന്നിട്ട് സൗകര്യം പോലെ ഇതിൻ്റെ അർത്ഥവും വ്യാഖ്യാനമുണ്ടെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനവും നിങ്ങളൊന്ന് പരിശോധിക്കണം. സൂറത്ത് യാസീൻ നിങ്ങൾക്ക് പരിചയമുണ്ടാവും. തൊട്ടുമുകളിലുള്ള, യാസീൻ്റെ തൊട്ടുമുകളിലുള്ള സൂറത്താണ് സൂറത്ത് ഫാത്തിർ. അതിലെ 13-14 ആയത്തുകളാണ്. യൂലിജുൽ ലൈല ഫിന്നഹാരി, അള്ളാഹു രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നു. വയൂലിജുൻ നഹാറ ഫിൽ ലൈലി, പകലിനെ രാവിലും പ്രവേശിപ്പിക്കുന്നു. വസഖറ അശംസ വൽ ഖമറ, അള്ളാഹു സൂര്യനെയും ചന്ദ്രനെയും നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നു. കുല്ലുൻ യജ്രി ലിഅജലിൻ മുസമ്മാ, അതുകൊണ്ട് അതിന് നിർണയിക്കപ്പെട്ട ഒരു പരിധിയിലൂടെ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. സൂര്യചന്ദ്രൻ. ദാലികുമുല്ലാഹു റബ്ബുക്കും, ഇതെല്ലാം ചെയ്യുന്നത് ആരാണോ അത് തന്നെയാണ് നിങ്ങളുടെ റബ്ബ്. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, രാപ്പകലുകളെ മാറ്റുന്ന, സൂര്യചന്ദ്ര നക്ഷത്രാദികളെ നിയന്ത്രിക്കുന്ന റബ്ബാണ് നിങ്ങളുടെ റബ്ബ്. അതുകൊണ്ട് ലഹുൽ മുൽക്ക്, എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഉടമസ്ഥതയും അവന് തന്നെയാണ്. ശ്രദ്ധിക്കുക നിങ്ങൾ ബാക്കി. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, ആ റബ്ബിന് പുറമെ നിങ്ങൾ ആരോടെങ്കിലും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ,
മാ യംലികൂന മിൻ കിത്മീർ. കിത്മീർ മുമ്പ് ഇത് ഓതിയപ്പോൾ ഞാനത് പറഞ്ഞത് വണ്ടിക്ക് ഒരു ഓട്ടോറിക്ഷയുടെ പേരായിട്ട് കണ്ടു, കിത്മീർ. എന്താ മനുഷ്യന്മാർക്ക് പേരിടാൻ പറ്റാത്തത്? എന്താ കിത്മീർ? പോസിറ്റീവായിട്ട് പറഞ്ഞതാണോ അല്ല? നമ്മളൊക്കെ ഈത്തപ്പഴം തിന്നിട്ടില്ലേ? ഈത്തപ്പഴം തിന്നാ കുരു നമ്മൾ കളയല്ലേ ചെയ്യുക. കുരുവിനൊന്നുകൂടെ ശ്രദ്ധിച്ചാൽ കളയാൻ പോണതിന് മുമ്പ് വളരെ നേരിയ ഒരു പാട, വെളുത്ത പാട. എത്ര നേർമാന്ന് പറഞ്ഞാൽ കുരുവിൻ്റെ നിറം പുറത്ത് കാണാം. വെളുത്തതാണ് പാട, പക്ഷേ ഈത്തപ്പഴ കുരുവിൻ്റെ നിറം പുറത്തേക്ക് മനസ്സിലാവും. അത്രയും നേർമയായ പാട. അറബി ഭാഷയിൽ നിസ്സാരം, ഈച്ചയെ പറ്റി പറഞ്ഞില്ലേ? നിസ്സാര ജീവി. കൊതുകിനെ പറ്റി പറഞ്ഞില്ലേ അള്ളാഹ്? നിസ്സാര ജീവി എന്ന അർത്ഥത്തിൽ. കടുകിനെ പറ്റി പറഞ്ഞില്ലേ? അണുവിനെ പറ്റി പറഞ്ഞില്ലേ? അതുപോലെ അറബി ഭാഷയിൽ നമ്മളെക്കാൾ ഈത്തപ്പഴത്തെക്കുറിച്ച് ആദ്യം കേൾക്കുന്ന സഹാബത്തിനറിയാമല്ലോ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ പലരോടും പലതും തേടുന്നുണ്ടല്ലോ, പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ആ ഈത്തപ്പഴ കുരുവിന്റെ മീതെയുള്ള പാടയുടെ അത്ര കാര്യം പോലും അവരെ കൊണ്ടൊന്നിനും നടക്കില്ല. റബ്ബാണ് പറയുന്നത്, അള്ളാണ് പറയുന്നത്. എന്താ ജനം പറയുന്നത്? മുസ്ലിമാണെന്ന് പറയുന്ന, മൂമിനാണെന്ന് പറയുന്ന, നിസ്കരിക്കുന്ന, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ പറയുന്ന ആളുകൾ പറയുന്നത് കുഞ്ഞില്ലാത്തവർക്ക് അവിടെ പോയാൽ കുഞ്ഞിനെ കിട്ടും, രോഗമുള്ളവർ അവിടെ ചെന്നാൽ രോഗം മാറും. വലിയ വലിയ കാര്യങ്ങൾ അവരെ കൊണ്ട് നിവൃത്തിയാവുമെന്നാണ് മനുഷ്യരുടെ ധാരണ. നമ്മുടെ ഉമ്മത്തിലെ മനുഷ്യരെ, മറ്റു സമുദായങ്ങളെ കാര്യം പറയാനുമില്ല. നമ്മളിപ്പോൾ നമ്മളെ കാര്യം പറയാം, സ്വന്തം കാര്യം. അള്ളാഹ് പറയുന്നതോ ഈ പാടയില്ലേ, ഈ നേരിയ പാട, അതുപോലും ഉടമപ്പെടുത്താനോ അതിനെക്കുറിച്ച് ചെയ്യാനോ അവരെ കൊണ്ട് കഴിയില്ല. 13-ാമത്തെ ആയത്ത് കഴിഞ്ഞു. ഇനി 14. വളരെ ശ്രദ്ധിക്കണം. ഇൻ തദ്ഉഹും, അല്ലാഹു അല്ലാത്തവരോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, തേടിയാൽ, ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ തേട്ടം അവർ കേൾക്കില്ല. ആരാണ് പറഞ്ഞത് സഹോദരങ്ങളെ? അല്ലാഹു പറയാണ് ഫാത്തിറിലെ 14-ാമത്തെ ആയത്ത്. ഇൻ തദ്ഉഹും, നിങ്ങൾ അവരെ വിളിച്ച് തേടിയാൽ, ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കൂല. വലൗ സമിഉ, കേട്ടെന്ന് വന്നാലും, മസ്തജാബൂ ലക്കും, ഉത്തരം ചെയ്യില്ല. കേൾക്കുന്നല്ല പറഞ്ഞേ, കേൾക്കില്ല. നീ കേട്ടു എന്ന് വിചാരിക്കാം. അന്ന് നിങ്ങൾ ചോദിച്ച കാര്യം ചെയ്ത് അവരെ കൊണ്ട് കഴിയുമോ? കഴിയില്ല. മസ്തജാബൂ ലക്കും, നിങ്ങൾക്ക് ഉത്തരം ചെയ്യില്ല. നിങ്ങളെന്തോ അവരോട് ചെന്ന് ചോദിച്ചത്, ആ ഉത്തരം ചെയ്യാൻ അവരെ കൊണ്ട് കഴിയില്ല. പ്രശ്നം തീർന്നില്ല. വയൗമൽ ഖിയാമത്തി, അല്ലാഹ് പറയാം, ഖിയാമത്ത് നാളിൽ യക്ഫുറൂന ബിശിർക്കിക്കും, യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ ചെയ്ത ശിർക്കിനെ, കണ്ടാ, നിങ്ങൾ ചെയ്ത ശിർക്കിനെ ആ മഹാന്മാർ തള്ളിപ്പറയും. അമ്പിയാക്കൾ തള്ളിപ്പറയും, ഒറിജിനൽ ഔലിയാക്കൾ തള്ളിപ്പറയും, ബദരീങ്ങൾ തള്ളിപ്പറയും, മൊയ്‌ദി ശൈഖ് തള്ളിപ്പറയും, റിഫായി ശൈഖ് തള്ളിപ്പറയും. നല്ലവരെന്ന് ഉറപ്പുള്ളവരെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. മറ്റേ നമുക്കറിയില്ല, നല്ലവരാവാൻ ചീത്താവാം, നമുക്കറിയില്ല, തെളിവൊന്നുമില്ല നമ്മളറിയില്ല. അള്ളാഹ് പറയണേ, ഖിയാമത്ത് നാളിൽ അവരോട് വിളിച്ച് തേടിയ, സഹായത്തേട്ടം നടത്തിയ ആളുകളുടെ മുമ്പിൽ അള്ളാഹു അവരെ വിചാരണ ചെയ്യും. ആ സമയത്ത് റബ്ബേ, ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടിരുന്നില്ല, ഞങ്ങളങ്ങനെ അവരെ പഠിപ്പിച്ചിരുന്നില്ല, ഞങ്ങളുടെ കാലശേഷം കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ തന്നെ വിളിക്കാൻ തുടങ്ങിയത് അവർ. ഒരു ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കറിയില്ല റബ്ബേ. യക്ഫുറൂന ബിശിർക്കിക്കും. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, ഇത് റബ്ബിൻ്റെ വചനാണ്, തമാശ അല്ല. ഞാനും നിങ്ങളും തമ്മിലുള്ള തർക്കമല്ല.
അല്ലെങ്കിൽ ഒരു സംഘവും മറ്റൊരു സംഘവും തമ്മിലുള്ള തർക്കമല്ല, ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയും തമ്മിലുള്ള, ഒരു സംഘടന മറ്റൊരു സംഘടന തമ്മിലുള്ള തർക്കമല്ല ഇത്. റബ്ബുൽ ആലമീനായ തമ്പുരാനാണ് പറയുന്നത്. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. ഒരാണിയും കൂടെ അള്ളാഹ് ഇരിക്കുക ഈ വിവരം നൽകാൻ. ഈ വിവരം അവർ കേൾക്കൂലെന്നും അവർക്ക് ഉത്തരം ചെയ്യാൻ പറ്റൂല എന്നുള്ള വിവരം നൽകാൻ അള്ളാഹിനെ പോലെ വേറൊരാളും ഇല്ലട്ടോ. അത് മനസ്സിലായി നിങ്ങൾക്ക്? അത് ആ പറഞ്ഞ മനസ്സിലായി. ലാസ്റ്റ് ആയത്തിൻ്റെ അവസാനം ഈ വിവരം നിങ്ങൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന മഹാന്മാർ നിങ്ങളുടെ തേട്ടം കേൾക്കില്ല എന്നും കേട്ടാൽ പോലും ഉത്തരം ചെയ്യാൻ കഴിയില്ല എന്നുമുള്ള ആ സൂക്ഷ്മ വിവരം അള്ളാഹിനെ പോലെ പറഞ്ഞു തരാൻ വേറെ ആരുമില്ല. തേടിച്ചെല്ലുന്നവർ 500 കൊല്ലം മുമ്പ് മറയിടപ്പെട്ട മഹാനായ ഒരു മനുഷ്യൻ്റെ മക്ബറയിൽ പല ആവശ്യങ്ങൾക്കായിട്ട് ചെല്ലുകയാണ് മനുഷ്യന്മാർ. അയാൾക്കറിയോ? ചെല്ലുന്ന ആൾക്കറിയോ ഈ മഹാന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്? അറിയോ? 500 കൊല്ലം മുമ്പ് മറയിതല്ലേ, ഇപ്പം എന്തായിരിക്കും മൂപ്പരസ്ഥിതി എന്നീ ചെല്ലുന്ന ആൾക്കറിയോ? അറിയില്ല. ഈ ജാറം കമ്മിറ്റിക്കാർക്കറിയോ? പ്രസിഡന്റിനും സെക്രട്ടറിക്കോ? അല്ല, അവിടെ ഇതൊക്കെ ഇങ്ങനെ ആൾക്കാർ വരുമ്പോൾ കുരുമുളകും പച്ചരിയൊക്കെ കൊടുക്കാൻ നിൽക്കുന്ന ഒരാളില്ലേ, ആളുകളെ പീരി കൊണ്ട് തലയിൽ ഉരിയുന്ന ഒരാൾ, അയാൾക്കറിയോ? ഈ അടിയിൽ എടുക്കുന്ന ആളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ റബ്ബിന് മാത്രം അറിയും. ആ അറിയുന്ന റബ്ബ് പറയുന്നു നിങ്ങൾ വിളിച്ചാൽ കേൾക്കൂല. ഈ ആയത്തിന് എന്തിന് വ്യാഖ്യാനം? പ്രിയപ്പെട്ടവരെ, ഈ ആയത്തിന് എന്ത് വ്യാഖ്യാനമാണ് വേറെ വേണ്ടത്? ഓരോ പദവും അളന്നു മുറിച്ച് റബ്ബുൽ ആലമീനായ തമ്പുരാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇത് ഈ ആയത്തോതിയിട്ട് നിങ്ങൾ ഏതെങ്കിലും വാഴൽ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന മഹല്ലിലൊക്കെ നടക്കുന്ന കുറേ വാഴലുകളൊക്കെ ഉണ്ടല്ലോ, ഏതെങ്കിലും വാഴൽ ഈ സൂറത്തുൽ ഫാത്തിഹയിലെ ഈ ആയത്തോതി വിശദീകരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എൻ്റെ ഈ ആയത്തിന് വിട്ടുകളയുന്നത്? ജനങ്ങളോട് ഖുർആൻ വിശദീ കുറേ ആയത്തൊക്കെ പലതിനു വേണ്ടി ഓതാറുണ്ടല്ല, എല്ലാത്തിനും ഖുർആൻ തെളിവുണ്ടെന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ആയത്തുകൾ ഓതാത്തത്? എന്തുകൊണ്ടാണ് മനുഷ്യരിൽ നിന്ന് അവരെ മറച്ചു പിടിക്കുന്നത്? വളരെ ചിന്തിക്കണം നിങ്ങൾ. കാരണം വ്യാഖ്യാനം ആവശ്യമില്ലാത്ത വണ്ണം കേട്ട മാത്രയിൽ സുവ്യക്തമാണ് ഇതിൻ്റെ ആശയം. ഈ ആശയം കൊണ്ടാണ് നമ്മൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ആവർത്തിക്കുന്നത്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. മാരകമായ അവൻ്റെ ഇഹലോകത്തിലെ ചൂടിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പരലോകത്തിൽ അതിനേക്കാൾ കഠിനമായ ചൂടിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ധാരാളമായി മഴ വർഷിപ്പിച്ച് മനുഷ്യർക്കും മൃഗങ്ങൾക്കും സസ്യജാലങ്ങൾക്കും അള്ളാഹു ആശ്വാസം പകർന്ന് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. اللهم صل على محمد وعلى آل محمد. أيها الناس أوصيكم عباد الله وإياي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, വെട്ടിച്ചുരുക്കിയതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഉപയോഗത്തിന് പറ്റില്ല, വിപരീത ഉപയോഗമായി തീരുകയും ചെയ്യും. ചില മനുഷ്യർ കൂട്ടിച്ചേർത്ത് ഇല്ലാത്തത് കൂട്ടിച്ചേർത്താൽ സംഭവിക്കുന്നത് എന്താണ്? രൂപം മാറും, കോലം മാറും. ആവശ്യത്തിനത് പറ്റില്ല. ഏച്ചുകൂട്ടിയെടുക്കല്ലേ? ഏച്ചുകൂട്ടിയാൽ പറ്റില്ല. ആവശ്യമുള്ളത് അതിൽ നിന്ന് പോകും. എപ്പോഴും വെട്ടി മാറ്റിയതിനെ പറ്റിയേ നമുക്ക്
കുത്തുവേലും ക്ലാസ്സിനും കിട്ടുക. കൂട്ടിച്ചേർത്തതിനെ പറ്റി തീരെ അധികം പരിചയമില്ല നമുക്ക്. വലിയ അപകടമാണ് അത് പരിചയമില്ലാണ്ടായി. ഒരു ടിന്ന് അല്ലെങ്കിൽ ഒരു ബക്കറ്റ് അതിൽ കൊള്ളുന്നത് കൊള്ളിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്തത് അതിലേക്ക് കയറ്റിയാൽ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുക? അതിലുള്ളത് പുറത്തു പോകും. നിറഞ്ഞ ബക്കറ്റിൽ പിന്നെ ഒഴിച്ചു നോക്കിയ നിങ്ങൾ, നിറഞ്ഞ ബക്കറ്റിൽ പിന്നെ ഒഴിച്ചു നോക്ക്, ഉള്ളത് പുറത്തു പോകും. തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ പെടാത്തത് കൂട്ടിച്ചേർത്തപ്പോൾ ഒറിജിനൽ കാര്യം അതിൽ നിന്ന് പുറത്തുപോയി. അപ്പോൾ എന്ത് സംഭവിച്ചു? ഞാൻ ഇതുവരെ പറഞ്ഞതിൻ്റെ ഗൗരവമല്ലേ? തവസ്സുലിൻ്റെ ഇസ്തിഗാസയുടെ ഒക്കെ മധ്യവർത്തികളെ ഉണ്ടാക്കുക, നേരിട്ട് തന്നെ തേടുക, അതാണല്ലോ തവസ്സുൽ. ഇസ്തിഗാസ നിങ്ങൾ ഇടക്കിടക്ക് കേൾക്കുന്ന വാക്ക് തവസ്സുൽ എന്ന് പറഞ്ഞാൽ നേരിട്ട് നമുക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, ഇടയിൽ മഹാന്മാർ വേണം. അതാണ് തവസ്സുലാക്കുക എന്ന് പറഞ്ഞാൽ. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ നേരിട്ട് മഹാന്മാരോട് പ്രാർത്ഥിക്കുക എന്നതാണ് ഇസ്തിഗാസ. അപ്പൊ കൂട്ടിച്ചേർത്തവർക്ക് തവസ്സുലും ഇസ്തിഗാസയും നിസ്സാരമായി മാറി. അത് കാര്യമില്ലാണ്ടായി. അതിൻ്റെ ഗൗരവം നിങ്ങളിപ്പം മനസ്സിലാക്കിയിരിക്കുകയാണ് നിങ്ങൾ. പക്ഷെ ഇല്ലാത്തത് അതിലേക്ക് ചേർത്താൽ അതിൻ്റെ ഗൗരവപ്പെട്ടത് അത് നമുക്കറിയുന്ന കാര്യമല്ലേ? ഒരു ഡോക്ടറെ സമീപിച്ച് രോഗിയെ പരിശോധിച്ച് ഗൗരവമുള്ള രോഗമുണ്ട് എന്ന് കണ്ടാൽ രോഗിയെ പേടിപ്പിക്കണ്ടെന്ന് വെച്ചിട്ട് ചെറിയ കാര്യങ്ങളെപ്പറ്റി, തൊലിപ്പുറമുള്ള കാര്യത്തെപ്പറ്റി രോഗിയോട് പറഞ്ഞു, ഡോക്ടർ ഭയപ്പെടേണ്ട, മരണം തന്നെ സംഭവിക്കാൻ ഇടയാക്കുന്ന അപകടകരമായ രോഗത്തെക്കുറിച്ച് പറയാതിരിക്കുകയും ചെറിയ രോഗം വലുതാക്കി പറയുകയും ചെയ്താൽ ഈ രോഗി ചികിത്സയിൽ വീഴ്ച വരുത്തും. ഗൗരവപ്പെട്ട രോഗത്തെക്കുറിച്ച് ചികിത്സിക്കാൻ രോഗിയോ വീട്ടുകാരോ അതെന്നെ സംഭവിച്ചത്. ഇത് നിസ്സാരന്നേ. അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് നിസ്സാരന്നേ. തവസ്സുലും നിസ്സാരം. അള്ളാഹു പറയുന്നതാണ് വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദാഇ ഇദാ ദഅനി. നബിയെ, എന്നെക്കുറിച്ച് എൻ്റെ ദാസന്മാർ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം, ഞാനാണ് ഏറ്റവും അടുത്തത്, ഇടയിൽ നിർത്താൻ വേറെ സ്ഥലമില്ല. എന്നോട് ദുആ ചെയ്യുന്നവൻ എന്നോട് ചെയ്യുമ്പോൾ അവനോട് ചേർന്ന് നിൽക്കുന്നവനാണ് ഞാൻ. അതിനിടയിൽ ഒരു മഹാനും നിൽക്കാൻ ഇടയില്ല, ഞാൻ ഉത്തരം ചെയ്യാം എന്ന് അള്ളാഹ് പറഞ്ഞത്. ഈ തവസ്സുൽ ഇസ്തിഗാസയെ നിസ്സാരമായി തോന്നി. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം ലാ ഹാക്കിമ ഇല്ലല്ലാഹ് എന്നാണ്. വലിയൊരു വിഷയം, മുഴുവൻ വിശദീകരിക്കാൻ നമ്മുടെ ഖുത്ബയുടെ സമയപരിധി പറ്റില്ല. ലാ ഹാക്കിമ ഇല്ലല്ലാഹ്, വിധികർത്താവല്ല. അള്ളാഹുടെ നിയമം കൊണ്ടാണ് ഇവിടെ ഭരിക്കേണ്ടത്. അള്ളാഹുടെ നിയമം കൊണ്ട് ആര് ഭരിക്കുന്നുവോ, അള്ളല്ലാത്ത നിയമം കൊണ്ടാണ് ഒരാൾ ഭരിച്ചാൽ അത് റബ്ബാണ്. ആ നിയമം അനുസരിക്കുന്നത് ആ റബ്ബിനുള്ള ഇബാദത്താണ്. അമ്പിയാക്കൾ പഠിപ്പിക്കാത്ത ആശയങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ ഇസ്ലാം എന്ന് പറയാൻ നാണമായി, ഇസ്ലാം എന്ന് പറയാൻ നാണമായിട്ട് ഇസ്ലാമിസം, അങ്ങനെയാണ് ഇസ്ലാമിസം വന്നത്. റസൂലുള്ളാഹിക്ക് പരിചയമുണ്ട് അങ്ങനെ ഒരു വാക്ക്? സഹാബത്തിന് പരിചയമുണ്ട് സഹോദരങ്ങളെ? താബീങ്ങൾക്ക് പരിചയമുണ്ടോ? മദ്ഹബിന്റെ ഇമാമുകൾക്ക് അങ്ങനെ ഒരു വാക്ക് പരിചയമുണ്ടോ? ഇസ്ലാമിസം. ഇസ്ലാം മാത്രമേ ഖുർആനിലുള്ളൂ, നബിയും പഠിപ്പിച്ചിട്ടുള്ളൂ. ഇസ്ലാമിസം പഠിപ്പിച്ചിട്ടില്ല. സോഷ്യലിസം, ക്യാപിറ്റലിസം, കമ്മ്യൂണിസം, ലിബറലിസം അതിന് തുല്യമാക്കി ഇസ്ലാമിനെ ആ കാറ്റഗറിയിലേക്ക് ദീനിനെ കൊണ്ടുപോയി ഇസ്ലാമിസം. എന്നിട്ടോ ആ ഇസ്ലാം അംഗീകരിച്ച ആളെ നമ്മളെന്താ വിളിക്കുക? മുസ്ലിം. പക്ഷെ അവർ വിളിക്കുക ഇസ്ലാമിസ്റ്റ്. കമ്മ്യൂണിസം സ്വീകരിച്ച ആളെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കുന്ന പോലെ, സോഷ്യലിസം അംഗീകരിച്ച ആളെ സോഷ്യലിസ്റ്റ് എന്ന് വിളിക്കുന്ന പോലെ
ഇസ്ലാമിസം അംഗീകരിച്ച ആളെ ഇസ്ലാമിസ്റ്റ് ലേഖനങ്ങളൊക്കെ എഴുതാണ്. ഇസ്ലാമിസ്റ്റ് പാർട്ടി ആക്ഷേപിച്ചാലും പറയല്ല, അഭിമാനത്തോടെ പറയാണ് ഇസ്ലാമിസ്റ്റ് എന്ന് പറയാം. അപ്പോൾ അള്ളാഹുവിൻ റസൂലും പഠിപ്പിച്ച കാര്യമൊക്കെ നിസ്സാരമാവുകയും അതുകൊണ്ടാണ് അവർ എഴുതിയത്. ഈ ഖബറാരാധനക്കെതിരെ ശക്തമായ മുന്നേറ്റമുണ്ടായപ്പോൾ ഈ കൂട്ടിച്ചേർത്ത പാർട്ടി പറഞ്ഞത് ശ്മശാന വിപ്ലവം എന്നാണ്. വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. ശ്മശാന വിപ്ലവം പരിഹസിക്കുകയാണ്. ശിർക്കിന്റെ അപകടത്തെ ബോധ്യപ്പെടുത്തിയപ്പോൾ, ജാറങ്ങളിലേക്ക് പോകുന്നതിൻ്റെ അപകടം ബോധ്യപ്പെടുത്തിയപ്പോൾ, മഹാന്മാരുടെ മക്ബറ തേടി പോകുന്നതിന് എതിരെ പ്രവർത്തിച്ചപ്പോൾ, അള്ളാഹോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചപ്പോൾ അതിനെ വിശേഷിപ്പിച്ചത് ശ്മശാന വിപ്ലവം. ആർക്കാ ആദ്യം തെറ്റ? നമുക്ക് അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേലാണ് ആ ആക്ഷേപം ആദ്യം വന്ന് പതിക്കുന്നത് എന്നത് ശ്രദ്ധിച്ചില്ല. കാരണം മരണത്തിന് തൊട്ടു മുമ്പും പറഞ്ഞത് ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇ മസാജിദ. മരണപ്പെടാൻ പോകുന്നു എന്ന് കണ്ടപ്പോ ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങൾക്ക് മുന്നറിയിപ്പായി ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ, യൂദ നസാറാക്കളെ അല്ലാഹു ശപിക്കട്ടെ. അള്ളാന്റെ മരിക്കാമോ റസൂൽ എന്ന് പറഞ്ഞാണ്. അവര് ഖബർ ആരാധനാ കേന്ദ്രമാക്കിയില്ലേ, അതിന്റെ പേരിൽ അവരെ ശപിക്കട്ടെ. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞെന്താണ്? തൊട്ട് മുമ്പ് റബ്ബേ, എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ല റബ്ബേ. മരിക്കാൻ പോണ റസൂൽ റബ്ബിനോട് പറയാണ്, എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ല റബ്ബേ. അപ്പൊ ശ്മശാന വിപ്ലവം നടത്തിയ ആളാരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ഇതെന്തിന്? ഖുർആൻ തന്നെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവില്ലേ എന്താ തൗഹീദ്, എന്താ ശിർക്ക്. കൂട്ടിച്ചേർക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ശിർക്ക് ചെയ്യാത്ത മനുഷ്യരല്ലേ ആദമും ആദമിന്റെ മക്കളും അല്ലേ? ഖുർആൻ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ആദമിന്റെ 10 തലമുറ മക്കൾ ശിർക്കർക്ക് വലിയ അള്ളാനെ മാത്രം. അള്ളാഹ് ആദമിന് പഠിപ്പിച്ചു, ആദം നബി അലൈഹിസ്സലാം മക്കൾക്ക് പഠിപ്പിച്ചു, അവരെ മക്കൾക്ക് അവരുടെ 10 തലമുറ. ആദ്യം ശിർക്ക് വന്ന വഴി ഖുർആൻ പറയുന്നുണ്ടല്ലോ. ഓർക്കാൻ വേണ്ടി മഹാന്മാരുടെ കല്ലുകൾ രൂപം, അവരുടെ പേരിൽ കല്ലുകൾ. പിന്നീട് അത് തവസ്സുലിന് ഉപയോഗിച്ച് ശ്രദ്ധിക്കണം. അള്ളാഹുടെ നമ്മുടെ ഇടയിൽ തവസ്സുലാക്കിയിട്ട് ആ മഹാന്മാരുടെ ഉപയോഗിച്ചു. പിന്നീട് നേരിട്ട് ഇസ്തിഗാസ തുടങ്ങി. അപ്പോഴാണ് അള്ളാഹു നൂഹ് നബി അലൈഹിസ്സലാമിനെ നിയോഗിച്ചത്. വളരെ ശ്രദ്ധിക്കണം. ശിർക്ക് തുടങ്ങിയതിൻ്റെ രൂപം കിട്ടിയ ശിർക്ക് എന്താണെന്ന് എളുപ്പം മനസ്സിലാവില്ലേ? وقالوا لا تذرن آلهتكم ولا تذرن ودا ولا سواعا ولا يغوث ويعوق ونسرا. സൂറത്ത് നൂഹിൽ കൃത്യമായി അള്ളാഹു പറയുന്നു, വദ്, സുവാ, യഹൂസ്, യഊഖ്, നസ്ർ ആദം സന്തതികളിലെ സ്വാലിഹീങ്ങളായ ആളുകളായിരുന്നു. ഹദീസിൽ നമുക്കത് വിശദീകരിക്കും. കച്ചറ പാർട്ടിയായിട്ടില്ലാന്ന്, ഒറിജിനൽ ഔലിയാക്കന്മാരായിരുന്നു. ഇബ്ലീസ് വന്ന് പറഞ്ഞു അവരെ ഓർക്കാൻ അവരെ പേരിൽ ഒരു കല്ല്, സ്മാരകം. ഇന്നത്തെ പോലത്തെ മനുഷ്യാരംഭത്തിലല്ലേ, ഇന്നത്തെ പോലെ കെട്ടിടങ്ങളൊന്നുമില്ല, വെറുതെ ഒരു കരിങ്കല്ലിന്റെ കഷ്ണം. ഇത് വന്ന് ഇത് സ്വാധീനമാണ്. പിന്നത്തെ തലമുറയിലാണ് ഇബ്ലീസ് വന്നത്. ഇത് എന്തിനാണെന്നറിയോ? ഇല്ല, നിങ്ങൾ നേരിട്ട് അവളോട് പറഞ്ഞാൽ അവളെ സ്വീകരിക്കൂല, പാപികളല്ലേ. ഇവര് മദ്യത്തിൽ നിർത്തിയിട്ട് അവരിലൂടെ അവളോട് പറയാം. അങ്ങനെ ചെയ്തു. പിന്നത്തെ തലമുറയിൽ വന്നു ഇബ്ലീസ്. ഇതെന്തിനാണെന്നറിയാം?
നേരിട്ട് പെട്ടെന്ന് ഉത്തരം കിട്ടണമെങ്കിൽ ഇവരോട് പറയണം. അള്ളോട് പറയുമ്പോൾ എളുപ്പമൊന്നും കാര്യം നടക്കൂല കേട്ടോ. അള്ളാഹ്ക്ക് വലിയ വലിയ പണികളാണ്. സൂര്യനെ നിയന്ത്രിക്കണം, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, കാറ്റ്, രാവ്, പകല്, ഇതൊക്കെ അള്ളാഹ് നടത്തുന്നത്. നിങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഈറ്റകളോട് പറഞ്ഞാൽ പെട്ടെന്ന് നടക്കും. അങ്ങനെയാണ് ഈ വദ്ദുസ്വാഗ് ആരാധ്യന്മാരായത്. അപ്പോഴാണ് അള്ളാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അവതരിപ്പിക്കാൻ നൂഹ് നബി അലൈഹിസ്സലാമയെ നിയോഗിക്കുന്നത്. ഇപ്പം എന്താ ചെറുത്, എന്താ തൗഹീദ് എളുപ്പം പിടിയിട്ടില്ല. നമ്മളെ വക വ്യാഖ്യാനിച്ചൊപ്പിക്കേണ്ട കാര്യമില്ല പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ചുരുക്കുക, നമ്മൾ ഈ സൂറത്തുൽ ഫാത്തിഹയും ഖുർആന്റെ മറ്റു ഭാഗങ്ങളും കൃത്യമായി അറിഞ്ഞാലാണ് ശരിയായ ഈമാനോടുകൂടി ശരിയായ ഭക്തിയോടുകൂടി റബ്ബ് സ്വീകരിക്കുന്ന വിധം നമ്മുടെ ഇബാദത്തുകളെ നന്നാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പഠിപ്പിക്കേണ്ട പണ്ഡിതന്മാർ പറഞ്ഞത് എന്തെന്നറിയോ? ഫാത്തിഹയുടെ അർത്ഥം പോലും പഠിക്കൽ മുസ്ലിങ്ങൾക്ക് ബാധ്യതയില്ല. ബുക്കിൽ എഴുതി വെച്ചതാ, പ്രസംഗത്തിൽ പറഞ്ഞല്ല, അച്ചടിച്ച ബുക്ക്. ഫാത്തിഹയുടെ അർത്ഥം പഠിക്കൽ പോലും മുസ്ലിങ്ങൾക്ക് ബാധ്യതയില്ല. അർത്ഥം പഠിച്ചാൽ ഈ പ്രശ്നമൊക്കെ പുറത്തു വരുമല്ലോ. പിന്നെ നിങ്ങൾ കേട്ട കാര്യങ്ങൾ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈനൊക്കെ വിശദീകരിക്കേണ്ടി വരുമല്ലോ. പഠിക്കേണ്ട കാര്യമില്ല, മനപ്പാഠം പഠിച്ചങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി എന്നാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് സാധ്യമായത്ര നിങ്ങൾ ഫാത്തിഹ പ്രത്യേകിച്ച് മറ്റു സൂറത്തുകൾ പൊതുവായി നിങ്ങൾ പഠിക്കണം, അറിയണം. ഇബാദത്തുകൾ റബ്ബ് സ്വീകരിക്കുന്നതും ചെയ്യണം. അള്ളാഹു നമുക്ക് ആ വിഷയത്തിൽ പറ്റിയ വീഴ്ചകൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. കൂടുതൽ ദീനിനെ പറ്റി പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയും ജന്മം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിന്നാ വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.